ഏട്ടാ, ഏട്ടനിതെന്തറിഞ്ഞിട്ടാ പറയുന്നേ? ഇന്നലെ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി എന്നെ തള്ളി പറയുന്നു. അംബികയിൽ വാശി നിറഞ്ഞു. ഉള്ളിൽ നുരഞ്ഞു വന്ന വെറുപ്പോടെ ജാനിയെ നോക്കിയതും അവൾ ആദിയുടെ പിന്നിലേക്കായി ഒളിച്ചു. അംബികയുടെ നോട്ടത്തിൽ അവൾ അത്രയും ഭയന്നിരുന്നു. ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ ജാനി അവന്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആദി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്തു പറയാനാണ് അംബികെ? ഞാൻ നിന്നോട് മുൻപും ആവർത്തിച്ചിട്ടുള്ള കാര്യമല്ലേ, വായിലെ നാക്കടക്കി വെക്കുവാണെങ്കിൽ മാത്രം ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതിയെന്ന്. ഞാൻ ഈ പറഞ്ഞതൊന്നും നിനക്ക് അനുസരിക്കാൻ കഴിയില്ല എന്നതല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം. അതുകൊണ്ട് ഈ സംസാരം ഇവിടെ വച്ച് നിർത്തിക്കോണം. അംബികയോട് പറഞ്ഞതിനു ശേഷം കേശവ് ആദിക്ക് നേരെ തിരിഞ്ഞു. ആദി, മോളെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എവിടെയൊക്കെയാ പോകാനുള്ളതെന്ന് വെച്ചാൽ പോയിട്ട് വാ. നിങ്ങൾക്ക് അധിക ദിവസം ലീവില്ലല്ലോ. ഇല്ല അച്ഛാ, 3 ദിവസവും കൂടിയുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ജാൻവിയുടെ വീട്ടിലേക്ക് പോകും. ഇന്ന് അവിടെയാ നിൽക്കുന്നേ. പിന്നെ ഇവളുടെ ബുക്സും കാര്യങ്ങളും എടുക്കാനുണ്ടല്ലോ. ആദി കേശവിനോടായി പറഞ്ഞ് ജാനിയും കൊണ്ട് അടുക്കളയിൽ നിന്നും പോയി. മീനു, നീ അവർക്ക് കഴിക്കാനുള്ളത് എടുത്തു വെക്ക്. കേശവ് പോയതും മീനുവിനോടായി എന്തോ പറയാൻ ചെന്ന അംബികയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഫുഡും കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ജാനിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇരുവരും. ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. ഇന്ന് അപ്പച്ചിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ അത്രയേറെ മൂർച്ചയേറിയതാണെന്ന് അവനറിയാം. ഒരു പുതിയ പ്രതീക്ഷയോടെ വേറെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നവൾക്ക് അവിടെയുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞു അവഗണന പോലും സഹിക്കാൻ പറ്റുന്നതിലും അധികമായിരിക്കും. ഒരു വേള അവളെ ഓർത്തവന് സഹതാപം തോന്നി. ജാൻവി. ആദിയുടെ വിളി കേട്ടതും വിൻഡോ ഗ്ലാസ്സിലേക്ക് തലചായ്ച്ചിരുന്നവൾ മെല്ലെ കണ്ണുകൾ ഉയർത്തി നോക്കി. കരഞ്ഞതിന്റെ അവശേഷിപ്പായി കണ്ണും കവിൾത്തടവും മൂക്കിൻതുമ്പുമെല്ലാം ചുവന്നിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ ബാത്റൂമിൽ കയറി നിന്ന് കരഞ്ഞതാണ്. പക്ഷേ അവന്റെ കണ്ണുകളിൽ നിന്നത് മറച്ചു പിടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ നോട്ടം കണ്ണിലുടക്കിയതും അവന്റെ നെഞ്ചൊന്ന് കൊളുത്തി വലിച്ചു. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവന്റെ ഉള്ളം കൊതിച്ചു. അപ്പച്ചി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. അവൾ അതിനൊന്ന് തലയാട്ടിയതേയുള്ളൂ. അവരങ്ങനെ ഇവിടെ വന്ന് നിൽക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കല്യാണത്തിന്റെ കാര്യമായതുകൊണ്ട് വന്നതാണ്. ഇന്ന് തന്നെ പോകും. അവളുടെ സങ്കടത്തെ ഇനിയും ഗൗനിക്കാതിരിക്കാനാവാതെ അവൻ കാറൊരു ഓരം ചേർത്ത് നിർത്തി. ജാനി അവനെ സംശയഭാവത്തിൽ നോക്കിയതും ആദ്യം അവളെ ചാഞ്ഞു ചെന്ന് നെഞ്ചോടടക്കി പിടിച്ചതും ഒരുമിച്ചായിരുന്നു. അവൾ ആ പ്രവൃത്തിയിൽ ശരിക്കും ഞെട്ടിയിരുന്നു. ജാനി അവന്റെ പിടിയിൽ നിന്ന് ഒട്ടൊരു പരിഭ്രമത്തോടെ കുതറി മാറാൻ ശ്രമിച്ചു. സർ, റിലാക്സ്. എല്ലാം എപ്പോഴും ഇങ്ങനെ നെഞ്ചിൽ തന്നെ അടക്കി വെക്കണമെന്നൊന്നുമില്ല. അവൻ അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അത്രയും മതിയായിരുന്നു അവളുടെ മനസ്സിന് ഇത്രയും നേരം ചുട്ടുപൊള്ളിച്ചിരുന്ന സങ്കടത്തെ അവന്റെ നെഞ്ചിലേക്ക് ഒഴുക്കിവിടാൻ. കരച്ചിൽ തീരുന്ന നേരം വരെ ആദ്യം അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. പതിയെ പതിയെ കരച്ചിൽ ചെളുകൾ നേർത്ത് ഏങ്ങലടിയിലേക്ക് വഴിമാറി. ഒട്ടൊരു നേരം കഴിഞ്ഞതും അവൻ അവളെ നേരെ ഇരുത്തി ആ മുഖമൊക്കെ തുടച്ചു കൊടുത്തു. ദാ, കുറച്ച് വെള്ളം കുടിക്ക്. അവൾക്ക് നേരെ ഒരു ബോട്ടിൽ വെള്ളം നീട്ടി. ജാനി അത് വാങ്ങി മെല്ലെ കുടിച്ചു. ഇപ്പോഴും ചെറിയ ഏങ്ങലുകൾ അവളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഡു യു ഫീൽ ബെറ്റർ നൗ? ജാനി അതിനുത്തരമെന്നോണം തലയാട്ടി. എന്നാ ഒന്ന് ചിരിച്ചേ. ഗുഡ് ഗേൾ. അവൾ ഒരു കുഞ്ഞു പുഞ്ചിരി സമ്മാനിച്ചതും അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു. അവന്റെ പ്രവൃത്തിയിൽ കവിളിണയിൽ ചെറിയ ചുവപ്പരാശി പടർന്നതും അവൾ വേഗം മുഖം താഴ്ത്തി കളഞ്ഞു. ആദ്യം അഴിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. നേരെ ഒരു തുണിക്കടയിലേക്കാണ് അവർ പോയത്. മുത്തശ്ശിക്കുള്ള ഡ്രസ്സ് എടുത്തു കഴിഞ്ഞതും വേറെയും ഡ്രസ്സുകൾ എടുക്കാൻ പോയ ആദിയെ അവൾ പിന്നിൽ നിന്നും തോണ്ടി വിളിച്ചു. ഇനി ആർക്കാ എടുക്കുന്നത്? നിന്റെ 2 വാലുകളില്ലേ അവർക്ക്? വാലോ? അവളുടെ ഉണ്ണക്കണ്ണും മിഴിച്ചുള്ള ചോദ്യം കേട്ടതും അവൻ ജാനിയുടെ തലക്കിട്ടൊന്ന് കൊട്ടി. അമ്മയും വിശാലും. അത് കേട്ടതും അവളുടെ മുഖമൊന്ന് കൂർത്തു. അവരെൻ്റെ വാലൊന്നുമല്ല. അല്ലാതെ പിന്നെ? 3നെയും പശ വെച്ചൊട്ടിച്ചതുപോലെ എപ്പോഴും ഒരുമിച്ച് കാണാലോ. അവളുടെ വീർത്ത കവിളിനിട്ട് ഒരു കുത്തും കൂടി കൊടുത്തവൻ. ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സാ. 5ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയതാ. ബെസ്റ്റ് ഫ്രണ്ട്സിന് അടുത്ത എക്സാമിന് മാർക്കില്ലെങ്കിൽ ചൂരൽ വെച്ച് അടിക്കും ഞാൻ. ഇങ്ങേർക്കിതെപ്പോഴും പഠിക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ജാനി ചുണ്ടൊന്ന് കോട്ടി. എന്താടി നിന്ന് പെറുപിറുക്കുന്നേ? എന്നാ വാ, പോയി ഡ്രസ്സ് എടുക്കാം. ഇപ്പോൾ തന്നെ സമയം കുറേ ആയി. അവളും ആദിയുടെ ഒപ്പം നടന്നു. അതെ, നമ്മളിന്ന് വിച്ചുവിൻ്റെ അമ്മുവിൻ്റെ അടുത്ത് പോകുവോ? ഇന്നല്ല, നാളെ തിരിച്ചു പോകുന്ന വഴിക്ക്. അവൻ തൻ്റെ കൂട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തിയതിൽ ജാനിക്ക് അതിയായ സന്തോഷം തോന്നി.
വണ്ടി പോർച്ചിലേക്ക് പാർക്ക് ചെയ്തപ്പോഴേ ജാനി വണ്ടിയിൽ നിന്നിറങ്ങി ഓടിയിരുന്നു. ഉമ്മറപ്പടിയിൽ തങ്ങളെയും കാത്തു നിൽക്കുന്ന സുഭദ്രയ്ക്കരികിലേക്ക് ഓടിയെത്തി അവൾ അവരെ വട്ടം ചുറ്റിപ്പിടിച്ചു. മുത്തു, ഐ മിസ് യു. ജാനി സുഭദ്രയുടെ കവിളിലായി ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. സുഖമാണോ എൻ്റെ കുട്ടിക്ക്? മുത്തശ്ശിയെ കിട്ടിയപ്പോഴേക്കും അവൾ എന്നെ മറന്നു. ആദിക്കൊരു കുഞ്ഞു കുശുമ്പ് തോന്നാതിരുന്നില്ല. അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. നീ ആദിമോനെ ഒറ്റയ്ക്കിട്ടിട്ടാണോ ജാനൂട്ടി ഇങ്ങോട്ടേക്ക് ഓടിയേ? അവൻ്റെ കൂടെ ആ കവറൊക്കെ ഒന്ന് എടുക്കാൻ കൂടിയേ? ആദി ഡിക്കി തുറന്ന് കവറെല്ലാം പുറത്തെടുക്കുന്നത് കണ്ടതും സുഭദ്ര അവളെ ശ്വാസിച്ചു. ജാനി മുഖവും വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. കവറെടുക്കാൻ വന്നതാ. ജാനിക്ക് അവനെ നോക്കാൻ ജാള്യത തോന്നി. പെട്ടെന്ന് മുത്തശ്ശിയെ കണ്ട ആ ഒരു ആവേശത്തിന് ഇറങ്ങി ഓടിയതാ. ഒരു നിമിഷത്തേക്ക് ആദി കൂടെയുള്ള കാര്യം ഓർത്തില്ല. ഞാൻ എടുത്തോളാം, അകത്തേക്ക് പോയിക്കോ. എന്നാൽ അവൻ പറഞ്ഞത് ഗൗനിക്കാതെ വേഗം ചെന്ന് കയ്യിൽ കിട്ടിയ 2 കവറെടുത്തു പിടിച്ചു. വാ. അവൾ അവനെയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ആദിയും കാർ ലോക്ക് ചെയ്ത് അവൾക്ക് പിന്നാലെ പോയി. മുത്തു, ഞാനിതൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് വരാവേ. ജാനി കയ്യിലുള്ള കവർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുഭദ്രയോട് പറഞ്ഞു. അകത്തേക്ക് പോയ ജാനിയെ നോക്കി തലയാട്ടിക്കൊണ്ട് ആദിയോട് സംസാരിക്കാൻ തുടങ്ങിയവർ. മോളെ ജാനി, ആദിമോന് റൂം കാണിച്ചു കൊടുത്തേ. നിങ്ങൾ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിവാ. ഞാൻ അപ്പോഴേക്കും ചായ എടുത്തു വെക്കാം. കുറച്ചു നേരം കഴിഞ്ഞതും മുത്തശ്ശി ജാനിയോട് പറഞ്ഞു. അവൾ ആദിയെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് പോയി. അവൻ കട്ടിലിൽ ചെന്നിരുന്ന് കയ്യിലെ വാച്ചഴിച്ച് ടേബിളിലേക്ക് വെച്ചിട്ട് ജാനിയെ ഒന്ന് നോക്കി. അവനോടൊപ്പം ഒറ്റയ്ക്കായപ്പോൾ ആൾ നിന്ന് പരുങ്ങുകയാണ്. ജാനി, ഞാൻ എൻ്റെ ബാഗ് കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. നീ ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? കാറിൻ്റെ കീ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ജാനി വേഗം പോയി ബാഗ് എടുത്ത് റൂമിലേക്ക് വന്നു. ഡോർ തുറന്നതേ കണ്ട കാഴ്ചയിൽ ജാനിയുടെ കണ്ണു മിഴിഞ്ഞു. ആദി പാൻറ്റും മാത്രം ഇട്ടുകൊണ്ട് കട്ടിലിനു കുറുകെ കിടന്ന് ഫോൺ നോക്കുവാണ്. അവളുടെ മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിനായി. അയ്യേ, ഈ സാറിതെന്താ ഷർട്ടിടാണ്ട് കിടക്കുന്നേ? ഇനി ഞാൻ വന്നത് കണ്ടില്ലേ? ഡോറിൽ മുട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. അവൻ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ജാനിയുടെ കണ്ണുകൾ ആദിയുടെ മേൽ അലഞ്ഞു. രാവിലെ കണ്ടപ്പോൾ അവൾക്കവനെ നോക്കാൻ സാധിച്ചിരുന്നില്ല. ജാനിയുടെ നോട്ടം അവൻ്റെ വയറിലായി എത്തിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. 1, 2, 3, 4, 5, 6. അപ്പോൾ 6 പാക്ക് തന്നെ. ഒരു മുരടനക്കം കേട്ട് കണ്ണുയർത്തി നോക്കിയപ്പോഴാണ് അവളെ തന്നെ നോക്കിക്കിടക്കുന്ന ആദിയെ കാണുന്നത്. മുഖത്തൊരു കള്ളച്ചിരിയുണ്ട്. അവൻ്റെ നോട്ടം കണ്ടതും ജാനിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നി. നോക്കിക്കഴിഞ്ഞോ? ആദി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. എന്ത്? എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞോന്ന്? അവളൊന്ന് വിളറി. ഇല്ല, അല്ല, ഞാനൊന്നും നോക്കിയില്ല. ഇതാ ബാഗ്. എന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുക. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അവിടുന്ന് തടി തപ്പി. ആദിയുടെ ഉറക്കെയുള്ള ചിരി കിച്ചണിലെത്തിയിട്ടും ജാനിക്ക് കേൾക്കാമായിരുന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് 3 പേരും നടുമുറിയിലിരിക്കുകയാണ്. ജാനിയുടെ ചെറുപ്പത്തിലെ ഓരോ കുസൃതിയും സുഭദ്ര വള്ളി പുള്ളി തെറ്റാതെ ആദിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ജാനി മുത്തശ്ശിയെ കൂർപ്പിച്ച് നോക്കുന്നുമുണ്ട്. മോനെ, ഇവള് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നുണ്ടോ അതോ ഉഴപ്പാണോ? ചോദ്യം കേട്ടതും ആദി ജാനിയൊന്ന് നോക്കി. കവളൊക്കെ വീർപ്പിച്ച് ഇപ്പൊ പൊട്ടുമെന്ന കണക്കാണ് ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ചെറിയ കുരുത്തക്കേടും പിന്നെ പഠിക്കാൻ കുറച്ച് മടിയുമുണ്ട് എന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആദിയുണ്ടല്ലോ ഇവളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അത് പിന്നെ പറയാനുണ്ടോ മുത്തശ്ശി? ഇനി മുതൽ ജാൻവിയുടെ പഠിത്തമൊക്കെ ഞാനാണ് ശ്രദ്ധിക്കുന്നത്. ആദി കുറുമ്പോടെ ജാനിയെ നോക്കി പറഞ്ഞതും അവളിൽ വെള്ളിടി വെട്ടി. ഈശ്വരാ, എനിക്കിതെന്തിൻ്റെ കേടായിരുന്നു? ഇതാണ് എല്ലാവരും പറയുന്നത്, വേറെ ആരെ കെട്ടിയാലും പഠിപ്പിക്കുന്ന സാറന്മാരെ കെട്ടരുതെന്ന്. അവൾ ഓരോന്നും ഇരുന്ന് പിറുപിറുത്തു. എനിക്ക് ഉറക്കം വരുന്നു മുത്തു. ഇനിയും ഇവിടെ ഇരിക്കുന്നത് അത്ര പന്തിയല്ല എന്ന് തോന്നിയതും അവൾ സുഭദ്രയോട് പറഞ്ഞു. എന്നാ നിങ്ങൾ പോയി കിടന്നു, അവരോടായി പറഞ്ഞ് സുഭദ്ര എഴുന്നേറ്റു. ആദിയെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം റൂമിൽ വന്നപാടെ ജാനി ബാത്റൂമിൽ കയറി. ഫ്രഷായി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു സമയമായിരുന്നു. ആദ്യൊരു ട്രാക്ക് പാൻറ് മാത്രം ഇട്ടുകൊണ്ട് കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരിക്കുകയാണ്. ഇങ്ങേരിതെന്തിനാ എപ്പോഴും ഷർട്ട് അഴിച്ചിട്ടിരിക്കുന്നേ? ഇവിടെ വല്ല ബോഡി ഷോയും നടക്കുന്നുണ്ടോ? ജാനി, നീ സാറിനെ നോക്കാനേ പോകണ്ട. ഇല്ലയിൽ നേരത്തതുപോലെ നാണം കെടേണ്ടി വരും. അതും ആലോചിച്ച് അവൾ കട്ടിലിനരികിലേക്ക് പോയി. ഭിത്തിയോട് ചേർത്താണ് കട്ടിലിട്ടിരിക്കുന്നത്. ആദ്യം എഴുന്നേറ്റ് മാറിയാലേ അവൾക്ക് കയറിക്കിടക്കാൻ പറ്റൂ. അല്ലാതെ നോക്കിയാൽ എങ്ങനെയാണെങ്കിലും അവൻ്റെ ദേഹത്ത് തട്ടും.
സാർ, എനിക്ക് കിടക്കണം. കിടന്നു. അതല്ല. ഏതല്ല? അത് സാർ മാറിയാലേ എനിക്ക് കയറാൻ പറ്റൂ. ഓക്കെ, ബട്ട് ഇൻ വൺ കണ്ടീഷൻ. ആദ്യം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അവനെന്താ ചോദിക്കാൻ പോകുന്നതെന്ന സംശയത്താൽ ജാനിയുടെ നെറ്റി ചുളിഞ്ഞു. എന്ത് കണ്ടീഷൻ? അത് വേറൊന്നുമല്ല, ജാൻവി ഈ സാർവിളി ഒന്ന് നിർത്തണം. ഞാനെന്താ വിളിക്കണ്ടേ? എൻ്റെ പേരെന്താണെന്നറിയില്ലേ ജാൻവിക്ക്? എന്താ? ആർദ്രത്. എന്നാ ആദിയേട്ടൻ. അല്ലേ വേണ്ട, ആദിന്ന് എല്ലാവരും എന്നെ വിളിക്കുന്നതാ. ജാൻവി എന്നെ ദത്തേട്ടൻ എന്ന് വിളിച്ചോ? എന്നാലൊന്ന് വിളിച്ചേ, കേൾക്കട്ടെ. ദത്തേട്ടൻ. ജാനിയുടെ വായിൽ നിന്ന് ദത്തേട്ടൻ എന്ന് കേട്ടപ്പോൾ ആദിയുടെ ശരീരമാകെ കുളിരുകോരി. എന്തോ അവളിൽ നിന്ന് ആ വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് അവന് തോന്നി. ബട്ട് കോളേജിൽ നിന്ന് തന്നെ സാറെന്ന് മാത്രം വിളിച്ചാൽ മതി, ഓക്കെ? അവൾ സമ്മതിച്ചതും ആദി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുത്തു. ജാനി അവനെ നോക്കാതെ വേഗം ഭിത്തിയോട് ചേർന്നു പോയി കിടന്നു. ആദി മറുസൈഡിൽ വന്ന് കിടന്നതും അവൾ അവനെ തലയുയർത്തി നോക്കി. എന്തേ? അവളുടെ നോട്ടം കണ്ടതും ആദി ചോദിച്ചു. സാറ്, അല്ല, ദത്തേട്ടൻ ഷർട്ടിടുന്നില്ലേ? ഞാൻ ഷർട്ടിടാതെയാ കിടക്കാറ്. ഇന്നലെ പിന്നെ തന്നെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ടീഷർട്ട് എടുത്തിട്ട്. ഒരു കൂസലുമില്ലാതെ അവൻ അവളോട് പറഞ്ഞു. പക്ഷേ അത് കേട്ടതും ജാനിയിൽ വെപ്രാളം നിറഞ്ഞു. നേരെ കിടന്നതും അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഉരസിപ്പോയപ്പോൾ അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ലൈറ്റ് ഓഫ് ആക്കണ്ടേ? ജാനി വേഗം കൈയെത്തിച്ച് ഹെഡ്ബോർഡിനടുത്തുള്ള സ്വിച്ച് ഓഫ് ആക്കി. ചുറ്റും ഡിം ലൈറ്റിന് നേരിയ പ്രകാശം പരന്നു. കണ്ണടച്ച് കിടന്നിട്ടും ജാനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ തലചരിച്ച് അവനെ നോക്കി. ആദിയും കണ്ണു തുറന്നാണ് കിടക്കുന്നതെന്ന് കണ്ടതും അവൾ വേഗം മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു.